കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിലെ അനിശ്ചിതത്വം 10ാം ദിവസവും തുടരുന്നതിനിടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗം മലപ്പുറത്ത് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ലീഗ് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ നിശ്ചയിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തി. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നതും തങ്ങളായിരിക്കുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിനിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെക്കുറിച്ച് ലീഗിന് ഇപ്പോഴും വ്യക്തതയില്ല. അതിന്റെ നിരാശ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗിന്റെ പിന്തുണ വി.ഡി. സതീശനാണോ എന്ന ചോദ്യത്തോടും ഹൈക്കമാൻഡ് ആരെ നിശ്ചയിച്ചാലും അംഗീകരിക്കുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചില്ല. ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി ആലോചിച്ചു പറയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. നിരാശ നിഴലിക്കുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. ലീഗ് മന്ത്രിമാരെയും മറ്റും യോഗം നിശ്ചയിച്ചുവെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസ് പുലർത്തുന്ന കാലതാമസത്തിൽ ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം ചോദിച്ചതൊഴിച്ചാൽ ലീഗിനെ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ലീഗ് ചെലുത്തിയിരുന്ന സ്വാധീനം ഇത്തവണ ഉണ്ടായിട്ടില്ല. വി.ഡി. സതീശനെ ലീഗ് പരസ്യമായി പിന്തുണച്ചതോടെ കെ.സി. വേണുഗോപാൽ പക്ഷം ലീഗിനെ തഴയുന്നതായും സൂചനയുണ്ട്. ഉപമുഖ്യമന്ത്രി പദവി, 5ാം മന്ത്രിസ്ഥാനം, വിദ്യാഭ്യാസ വകുപ്പ് നിലനിർത്തൽ തുടങ്ങിയ കാര്യങ്ങളിലും അനിശ്ചിതത്വം തുടരുന്നതിൽ പാർട്ടിയിൽ അമർഷം പുകയുന്നുണ്ട്.